ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളുടെ ജീവിതം പല ശീലങ്ങളുടെയും ഒരു സമ്മിശ്രമാണ്. ചില ശീലങ്ങൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്നു, നമ്മളെ മെച്ചപ്പെട്ട വ്യക്തികളാക്കുന്നു, അല്ലേ? എന്നാൽ ചില ശീലങ്ങളോ അവ നമ്മളെ പിന്നോട്ട് വലിക്കുന്നു, നമ്മളുടെ സന്തോഷം കെടുത്തിക്കളയുന്നു, വിജയത്തിലേക്കുള്ള വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ മോശം ശീലങ്ങൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും മോശമായി ബാധിക്കുകയും ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ മോശം ശീലങ്ങളിൽ നിന്ന് മുക്തി നേടി കൂടുതൽ സന്തോഷകരവും ആരോഗ്യകരവുമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുക എന്നതിനെ കുറിച്ചാണ്. നമ്മളിൽ പലർക്കും പലതരം മോശം ശീലങ്ങൾ ഉണ്ടാകാം, അല്ലേ? ചിലർക്ക് ഉറങ്ങാൻ വൈകുന്നത്, രാവിലെ വൈകി എഴുന്നേൽക്കുന്നത്, അമിതമായി ഭക്ഷണം കഴിക്കുന്നത്, വ്യായാമം ചെയ്യാത്തത്, സോഷ്യൽ മീഡിയയിൽ അമിതമായി സമയം ചെലവഴിക്കുന്നത്, ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ ഒരുപക്ഷെ പുകവലി, മദ്യപാനം, അതുപോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പലതരം ശീലങ്ങൾ. ഈ ശീലങ്ങളെല്ലാം നമ്മുടെ വ്യക്തിജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. അതിൻ്റെ ആദ്യ ചുവടായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. തിരിച്ചറിവും അംഗീകാരവുമാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് അക്സെപ്റ്റൻസ്. ഒരു മോശം ശീലം മാറ്റിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ആ ശീലം എന്താണെന്ന് തിരിച്ചറിയുക എന്നതാണ്. ഏതാണ് നിങ്ങളുടെ മോശം ശീലം? അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ദോഷമാണ് വരുത്തുന്നത്? ഈ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ ഒരു ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. ഒരുപക്ഷെ നിങ്ങൾ ഒരു ഡയറി എഴുതി നിങ്ങളുടെ ശീലങ്ങളെ നിരീക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. എപ്പോഴാണ് ഈ ശീലം ചെയ്യുന്നത്? അതിനു മുമ്പ് എന്താണ് സംഭവിക്കുന്നത്? അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. രണ്ടാമതായി, ആ ശീലം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കണം. എനിക്കിങ്ങനെ ഒരു ദുശീലമുണ്ട് അല്ലെങ്കിൽ ശീലമുണ്ട്, അത് എനിക്ക് വളരെ ദോഷകരമാണ് എന്ന് ചിന്തിക്കുകയും എനിക്കിത് മാറ്റിയെടുക്കണം എന്ന് സ്വയം സമ്മതിക്കുക. പലപ്പോഴും നമ്മൾ നമ്മുടെ തെറ്റുകൾ അംഗീകരിക്കാനായിട്ട് മടിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവരായിട്ട് അഭിനയിക്കും, അല്ലേ? എന്നാൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അംഗീകാരം വളരെ പ്രധാനമാണ്. നമ്മൾക്കൊരു പ്രശ്നമുണ്ട് എന്ന് സമ്മതിച്ചാൽ മാത്രമേ അതിനുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയൂ. സ്വയം വഞ്ചിക്കുന്നത് നമ്മൾ അവസാനിപ്പിക്കണം. എന്തുകൊണ്ടാണ് ഈ ശീലം ഉണ്ടാകുന്നത് എന്ന് നോക്കുക. അതിൻ്റെ വേരുകൾ കണ്ടെത്തുക. അണ്ടർസ്റ്റാൻഡിങ് ദ റൂട്ട് കോസ്. ഒരു ശീലം എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ അത് എന്തുകൊണ്ടുണ്ടായി എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. മിക്കവാറും എല്ലാ ശീലങ്ങൾക്കും പിന്നിൽ ഒരു കാരണം ഉണ്ടാകും. നിങ്ങൾ എപ്പോഴാണ് ഈ ശീലം ചെയ്യുന്നത്? ഏത് സാഹചര്യത്തിലാണ് ഇത് സംഭവിക്കുന്നത്? ഇതൊരു വിരസത കൊണ്ടാണോ? മാനസിക സമ്മർദ്ദം കൊണ്ടാണോ? സന്തോഷം വരുമ്പോഴാണോ? അതോ ദുഃഖം വരുമ്പോഴാണോ? ഒരു പ്രത്യേക കൂട്ടുകാരുമായി ചേരുമ്പോഴാണോ? ഉദാഹരണത്തിന്, നിങ്ങൾക്ക് രാത്രി വൈകി സ്നാക്സ് കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും വിശന്നിട്ടാണോ കഴിക്കുന്നത് എന്ന് ചിന്തിക്കുക. അതോ വെറുതെ TV കാണുമ്പോൾ സമയം പോകാനാണോ? ചിലപ്പോൾ വൈകാരികമായ കാരണങ്ങളാവാം പിന്നിൽ. സമ്മർദ്ദം വരുമ്പോൾ ചിലർ ഭക്ഷണം കഴിക്കും, ചിലർ സിഗരറ്റ് വലിക്കും. ഈ ശീലത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്തിയാൽ അതിനെ മറികടക്കാൻ വളരെ എളുപ്പമാണ്. ആ കാരണങ്ങളെ എങ്ങനെ നേരിടാം എന്ന് ചിന്തിക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പകരം ഒരു നല്ല ശീലം വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ടാകുന്ന ശൂന്യത നികത്താൻ പറ്റും. അതായത് ഒരു നല്ല ശീലം, ആ ബാഡ് ഹാബിറ്റിന് അല്ലെങ്കിൽ ആ ഒരു ദുശീലത്തിന് പകരം ഒരു നല്ല ശീലം വയ്ക്കുക എന്നുള്ളതാണ്. പകരത്തിന് പകരം റീപ്ലേസ് വിത്ത് എ ഗുഡ് ഹാബിറ്റ്. ഒരു മോശം ശീലം ഉപേക്ഷിക്കുമ്പോൾ അവിടെ ഒരു ശൂന്യത വരും, സ്വാഭാവികമാണ്. ആ ശൂന്യതയെ ഒരു നല്ല ശീലം കൊണ്ട് നിറയ്ക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും ഫലപ്രദമായ മാർഗവും. നിങ്ങൾ ആ ശീലം ചെയ്യുന്ന സമയത്ത് അതിനു പകരം എന്ത് നല്ല കാര്യം ചെയ്യാം എന്ന് കണ്ടെത്തുക. പുകവലിക്കുന്ന ഒരാൾക്ക് ആ സമയം ചൂയിങ്കം ചവയ്ക്കുകയോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നയാൾക്ക് ആ സമയം ഒരു പുസ്തകം വായിക്കുകയോ ഒരു ഹോബിയിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുകയോ കുടുംബവുമായി സമയം ചെലവഴിക്കുകയോ ഒക്കെ ചെയ്യാം.
രാവിലെ വൈകി എഴുന്നേൽക്കുന്ന ശീലമുണ്ടെങ്കിൽ 5 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയും ആ സമയം ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുകയോ ധ്യാനം ചെയ്യുകയോ ഒക്കെ ആകാം. നിങ്ങളുടെ മോശം ശീലത്തിന് പകരം ഒരു പുതിയ ശീലം തിരഞ്ഞെടുക്കുമ്പോൾ അത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതും നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതുമാകാനായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ രീതിയിൽ തുടങ്ങി പതിയെ പതിയെ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. പുതിയ ശീലങ്ങൾ രൂപീകരിക്കാൻ 21 ദിവസമോ അതിലധികമോ ചിലപ്പോൾ എടുത്തേക്കാം. ചെറിയ ചെറിയ ചുവടുകൾ എടുക്കുക, അതായത് ചെറിയ ചുവടുകൾ സ്ഥിരമായ പ്രയത്നം കൊണ്ട് എടുക്കുക എന്നുള്ളതാണ് അടുത്തത്. സ്മാൾ സ്റ്റെപ്പ്, കൺസിസ്റ്റന്റ് എഫേർട്ട്. ഒരു വലിയ മാറ്റം ഒറ്റയടിക്ക് സംഭവിക്കുന്നില്ല. മോശം ശീലങ്ങൾ വർഷങ്ങളായി നമ്മൾ ശീലിച്ചെടുത്തതാകാം. അതുകൊണ്ട് തന്നെ അത് ഒറ്റ ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് പരാജയത്തിൽ കലാശിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ ചുവടുകളായി ലക്ഷ്യത്തിലേക്ക് നീങ്ങുക. ദിവസവും 5 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം ഒരു സിഗരറ്റ് കുറയ്ക്കുക. സിഗരറ്റൊക്കെ വലിക്കുന്നവരാണെങ്കിൽ ദിവസവും 2 അല്ലെങ്കിൽ 5 സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നും ഒരു സിഗരറ്റ് കുറയ്ക്കണം. അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ആ ഒരു സ്ഥലം, ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കാൻ തോന്നുന്നതെങ്കിൽ ആ സ്ഥലങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട പണി. ഒരു ദിവസം 1 മണിക്കൂർ സോഷ്യൽ മീഡിയ ഉപയോഗം കുറയ്ക്കുക. സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരുപാട് നേരം വാട്സപ്പ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം 1 മണിക്കൂർ സോഷ്യൽ മീഡിയ ഉപയോഗം മാറ്റിവെക്കുക ആദ്യപടിയായിട്ട്. ഇപ്പോൾ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു പോർഷൻ കുറയ്ക്കുക, ഒരു ഭാഗം മാറ്റിവെക്കുക. ഈ ചെറിയ വിജയങ്ങൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും. ഏറ്റവും പ്രധാനം സ്ഥിരമായ പ്രയത്നമാണ്. ചിലപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടെന്ന് വരാം, പെട്ടെന്നൊരു ദിവസം മോശം ശീലത്തിലേക്ക് തിരിച്ചു പോയെന്ന് വരാം. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ മനസ്സ് പ്രലോഭിപ്പിക്കും വീണ്ടും അത് ചെയ്യാനായിട്ട്. അതിൽ നിരാശപ്പെടരുത്. സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. പിറ്റേ ദിവസം വീണ്ടും തുടങ്ങുക. ഒരു ദിവസം തെറ്റിയാൽ എല്ലാം പോയി എന്ന് വിചാരിക്കരുത്. ഓരോ ദിവസവും പുതിയൊരു തുടക്കമാണ്. അടുത്തതായിട്ട് നമ്മുടെ പരിസ്ഥിതിയെ മാറ്റുക എന്നുള്ളതാണ്. ചേഞ്ച് യുവർ എൻവയോൺമെൻറ്റ്. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളുടെ ശീലങ്ങളെ, ദുശീലങ്ങളെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. മോശം ശീലങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. ഉദാഹരണത്തിന്, രാത്രി വൈകി TV കണ്ടുകൊണ്ടിരുന്നാൽ ഉറങ്ങാൻ വൈകുന്ന ശീലമുണ്ടെങ്കിൽ ബെഡ്റൂമിൽ നിന്ന് TV മാറ്റാം, അല്ലേ? അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിന് ശേഷം TV കാണുന്നത് ഒഴിവാക്കുക. അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ വീട്ടിൽ അനാരോഗ്യകരമായ ഭക്ഷണം വാങ്ങി വെക്കാതിരിക്കുക. പകരം പഴങ്ങളും പച്ചക്കറികളും പോലുള്ള ആരോഗ്യകരമായ ഓപ്ഷനുകൾ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പുകവലിക്ക് പ്രേരിപ്പിക്കുന്ന സുഹൃത്തുക്കളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക. ഇതൊരു പരിധിവരെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്, അല്ലേ? നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ അവർ വലിക്കുന്നുണ്ട് എന്നാൽ അത് കണ്ട് നമുക്ക് ഒന്ന് വലിക്കണമെന്നുള്ളൊരു ഉൾപ്രേരണ അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നും. കാരണം നമ്മൾ അവരോടൊപ്പമാണ് വലിച്ചുകൊണ്ടിരുന്നത്. അവർ വലിക്കുമ്പോൾ നമ്മൾക്കും വലിക്കാനായിട്ട് ഒരു തോന്നലൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സുഹൃത്തുക്കളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. നിങ്ങളെ നല്ല ശീലങ്ങളിലേക്ക് നയിക്കുന്ന ആളുകളുമായി മാത്രം കൂടുതൽ സമയം ചെലവഴിക്കുക അല്ലെങ്കിൽ സഹവസിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് വിശ്വസിക്കാവുന്ന സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും മാത്രം പറയുക. അവരുടെ പിന്തുണ തേടുക. ആവശ്യമെങ്കിൽ ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടാൻ മടിക്കരുത്. നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾ നല്ല വഴികളിലേക്ക് നയിക്കുന്ന ഒന്നായിരിക്കണം. മനസ്സിനെ പരിശീലിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതെങ്ങനെയാണ്? സ്വയം നിയന്ത്രിക്കാനായിട്ട് മനസ്സിനെ പരിശീലിപ്പിക്കുക. അതോടൊപ്പം തന്നെ സ്വയം നിയന്ത്രിക്കാനായിട്ട് ട്രെയിൻ യുവർ മൈൻഡ്, സെൽഫ് കൺട്രോൾ നേടാനായിട്ട്. നമ്മുടെ മനസ്സിന് വലിയ ശക്തിയുണ്ട്. സ്വയം പ്രചോദിപ്പിക്കാൻ പഠിക്കുക. ഒരു മോശം ശീലം ചെയ്യാനുള്ള ആഗ്രഹം വരുമ്പോൾ അതിനെ മനസ്സാന്നിധ്യത്തോടെ നേരിടുക. ആ ആഗ്രഹം എത്ര നേരം നിലനിൽക്കും എന്ന് നിരീക്ഷിക്കുക. പലപ്പോഴും ആഗ്രഹം കുറച്ച് സമയത്തേക്ക് മാത്രമേ നിലനിൽക്കൂ എന്ന് നമുക്ക് മനസ്സിലാകൂ. ആ സമയത്ത് ശ്രദ്ധ മറ്റൊന്നിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുക. ഒരു പുസ്തകം വായിക്കുക, പാട്ട് കേൾക്കുക,
അല്ലെങ്കിൽ നടക്കാൻ പോവുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറൊരു പ്രവൃത്തിയിലേക്ക് മാറുക. നിങ്ങളുടെ പുരോഗതി അതാത് ദിവസത്തെ രേഖപ്പെടുത്തണം. ഒരു കലണ്ടറിൽ ഓരോ ദിവസത്തെയും വിജയം അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾക്കുണ്ടാകുന്ന ആ സക്സസ്, മാറ്റങ്ങൾ അടയാളപ്പെടുത്താനായിട്ട് മറക്കരുത്. ഇത് നിങ്ങൾക്ക് വളരെ സന്തോഷവും ഒരു പ്രചോദനവും ഒക്കെ നൽകും എന്നുള്ളതാണ്. ഒരു ചെറിയ വിജയം നേടുമ്പോൾ സ്വയം സമ്മാനങ്ങൾ നൽകണം. അതായത് നിങ്ങൾ ആ ദുശീലങ്ങളിൽ നിന്ന് വിടാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ മനസ്സിലാകും, അപ്പോൾ തന്നെ നിങ്ങളൊരു കോംപ്ലിമെൻ്റ് ഒക്കെ നൽകുന്നത് നല്ലതാണ്. സ്വയം അഭിനന്ദിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പുതിയ പുസ്തകം വാങ്ങുകയോ ഒരു നല്ല സിനിമ കാണുകയോ ഒക്കെ ആകാം, അല്ലേ? അത് നിങ്ങൾക്ക് നൽകുന്ന ഒരു സമ്മാനമാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ തലച്ചോറിൽ ഡോപ്പാമിൻ എന്ന ഒരു രാസവസ്തുവുണ്ട്. ഇത് സന്തോഷവുമായി ബന്ധപ്പെട്ടതാണ്. ദുശീലങ്ങൾ ചെയ്യുമ്പോഴും ഈ ഡോപ്പാമിൻ പുറത്തു വിടുന്നുണ്ട്. അതായത് നമുക്കിഷ്ടപ്പെട്ട ആ ഒരു ദുശീലമായിട്ട് നമ്മൾ അത് കൊണ്ടു നടക്കുമ്പോൾ അപ്പോൾ അത് പുറപ്പെടുവിക്കും. അതുകൊണ്ടാണ് നമുക്കൊരു താൽക്കാലികമായ ഒരു സന്തോഷം അപ്പോൾ ലഭിക്കുന്നത്. ഈ ശീലങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ, അതായത് ഈ ഒരു ദുശീലങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഈ ഡോപ്പാമിൻ അന്നേരം ഉണ്ടാകത്തില്ല. കാരണം നമുക്ക് ആ താൽക്കാലിക സന്തോഷം ഇല്ലാത്തതായി കാണാം. അതുകൊണ്ട് തന്നെ ഈ ഡോപ്പാമിൻ ലഭിക്കാത്തതിനാൽ ഒരുതരം അസ്വസ്ഥതയൊക്കെ നമുക്കുണ്ടാകാം. ഇത് സ്വാഭാവികമാണ്. ഈ അസ്വസ്ഥതയെ അതിജീവിക്കാനായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ആള് കുറച്ച് നാൾ സിഗരറ്റ് വലിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വലിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വലിക്കണമെന്നൊരു തോന്നൽ, ഒരു അസ്വസ്ഥത ഒക്കെ അനുഭവപ്പെടാം, അല്ലേ? ഒരു മൂഡ് ചേഞ്ച്. അതിൽ നിന്നും അതിജീവിക്കാനാണ് ഞാൻ ഈ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉള്ളത്. ക്ഷമയും ആത്മവിശ്വാസവും, പേഷ്യൻസ് ആൻഡ് സെൽഫ് ബിലീഫ്. മോശം ശീലങ്ങൾ മാറ്റിയെടുക്കാൻ വളരെയധികം സമയമെടുക്കും. ചിലപ്പോൾ വർഷങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടിയ ആ ഒരു ശീലങ്ങളായിരിക്കും നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷമ എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പെട്ടെന്ന് ഫലം കാണുന്നില്ല എന്ന് കരുതി ഉപേക്ഷിക്കരുത്. ഇതൊരു ഒറ്റത്തവണ സംഭവമല്ല, തുടർച്ചയായ ഒരു പ്രക്രിയയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ദുശീലങ്ങളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടും എന്ന ദീർഘകാല കാഴ്ചപ്പാട് മനസ്സിൽ വെക്കുക. ഓരോ ദിവസവും പുതിയൊരു അവസരമാണ്. ഇന്നലെ സംഭവിച്ചത് മാറ്റാൻ കഴിയില്ല, പക്ഷേ നാളെയെ നിങ്ങൾക്ക് രൂപപ്പെടുത്താനായിട്ട് സാധിക്കും. മോശം ശീലങ്ങൾ ഉപേക്ഷിച്ച് നല്ല ശീലങ്ങൾ വളർത്തി സന്തോഷകരവും ആരോഗ്യകരവുമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനായി നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ആദ്യ ചുവട് വയ്ക്കുക. ഓർക്കുക, നിങ്ങൾ തനിച്ചല്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഈ പാതയിലൂടെ കടന്നുപോയി വിജയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അത് സാധിക്കും. നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ വിശ്വസിക്കുക. ഏതായാലും നല്ല ശീലങ്ങൾ ഉണ്ടാക്കി നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനും നല്ല നല്ല നമ്മളുടെ ദിവസങ്ങളെ ആസ്വദിക്കാനും കഴിയട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് പുതിയൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.